നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പൊലിത്തയും നിയുക്ത കാതോലിക്കയുമായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്തയെ ഇന്ത്യയുടെ പ്രാദേശിക തലവനായും ആഗമന സുറിയാനി സഭയുടെ രണ്ടാമനായും വാഴിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷകൾ ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാത്രി 8:30 ലെബനോൻ അച്ചാനയിലെ പാത്രിയാർക്ക അരമന സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ചടങ്ങ്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ തൃശൂർ അതിരൂപതയുടെ 28ാം മഹാതീർത്ഥാടനം ഏപ്രിൽ 6-ന് ഒരുക്കങ്ങൾ പൂർത്തിയായി. മാർച്ച് 30 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിലായി കൺവെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ നടക്കും. സമൂഹത്തിന്റെയും സമുദായത്തിന്റെ ശക്തിയും കരുതലുമായി കത്തോലിക്ക കോൺഗ്രസ് മാറണമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. കത്തോലിക്ക കോൺഗ്രസ് എരുമപ്പെട്ടി ഫൊറോന സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിന്റെ ഉദ്ഘാടനം ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. മാർച്ച് 30, 31 തീയതികളിലായി നടക്കുന്ന പറപ്പൂക്കാവ് പൂരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ദേവസ്വം ഭാരവാഹികൾ. വിശദമായ വാർത്തയിലേക്ക്. സർവ്വമേഖലയിലും സമഗ്ര വികസനത്തിലൂന്നി കുന്നംകുളം നഗരസഭയുടെ ബജറ്റ് 183,33,37,167 രൂപ വരവും 184,14,94,000 രൂപ പ്രതീക്ഷിത ചെലവും 5,58,43,167 രൂപ മിച്ചവുമുള്ള 2025-26 ബജറ്റാണ് കൗൺസിൽ ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അവതരിപ്പിച്ചത്. 2015 അവസാനം മുതലുള്ള നഗരസഭയുടെ തനത് വരുമാനത്തിന്റെ വളർച്ചയും അതിനു മുൻപുള്ള സ്ഥിതിയും പഠനാർഹമാണ് എന്ന് തോന്നുന്നു. തനത് വരുമാനത്തിലും ആസ്തിയിലും വർധനവ് ലക്ഷ്യമിട്ട് സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള മൾട്ടി സെക്ടർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനാണ് ഊന്നൽ നൽകുന്നത്. സുഭിക്ഷയ്ക്ക് ഇൻസെന്റീവ് 40 ലക്ഷം രൂപ, ലൈഫ് പദ്ധതിയിൽ 200 വീടുകൾ കൂടി 6 കോടി രൂപ, ഭവന നവീകരണം 1000 വീടുകളിൽ 5 കോടി രൂപ, വിജ്ഞാന കേരളം തൊഴിൽ ഈ വർഷം 1000 പേർക്ക്, കുന്നംകുളത്തിന്റെ ഭാവി വികസന സാധ്യതകൾക്കായി ഭൂമി ഏറ്റെടുക്കുകയും ചെയ്യും. 8,03,1,067 രൂപ മിച്ചവും ഉള്ള 2024-25 കുന്നംകുളം നഗരസഭയുടെ പരിഷ്കരിച്ച ബജറ്റും ആകെ 183,37,167 രൂപ വരവും 5,53,43,167 രൂപ മിച്ചവും ഉള്ള 2025-26 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റുമാണ് ഈ സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. പ്രാരംഭമായി 10 കോടി രൂപ വകയിരുത്തി പുതിയ ബസ് ടെർമിനലിന്റെ എക്സിറ്റ് റോഡ് നിർമ്മാണത്തിന് 30 ലക്ഷം രൂപ, പുതിയ ടൗൺ ഹാളിന് രൂപരേഖ തയ്യാറാക്കും. ഇതിനായി 20 ലക്ഷം രൂപ, അറവുശാലയ്ക്ക് 10 കോടി, ചെമ്മണ്ണൂരിൽ നിർമ്മിക്കുന്ന ആധുനിക ശ്മശാനം 50 ലക്ഷം രൂപ, ഗാന്ധി പാർക്ക് 25 ലക്ഷം രൂപ, നഗരത്തിൽ അമർജ്യോതി ജവാൻ നമുക്കൊരുമിച്ച് ഉയരാം പ്രവാസികൾക്കുൾപ്പെടെ ജോലി ഉയർച്ചയ്ക്കായി ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ കോഴ്സ് അസാപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കും. തിരുത്തിക്കാട് പാടശേഖരത്തിൽ കൃഷി ഇറക്കുവാൻ ധനസഹായം, വീട്ടിലൊരു പോഷകത്തോട്ടം, പൊലിവ് ന്യൂട്രി ഗാർഡൻ പദ്ധതി, കിഴങ്ങ് വർഗ്ഗങ്ങളടക്കം വിഷരഹിതവും പോഷക സമൃദ്ധവുമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വീട്ടുവളപ്പുകളിൽ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന സുഫലം വിഷരഹിത സ്ഥലം, കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുമായി ഇൻക്യുബേഷൻ സെന്റർ, ക്ഷീരകർഷകർക്കായി പുൽപ്പാടം, ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് 10 ലക്ഷം രൂപ, ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളിൽ സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തും, സമ്പൂർണ്ണ തിമിരരഹിത നഗരസഭ, ആരോഗ്യമേഖലയ്ക്കാകെ 1.75 കോടി രൂപ, വനിതാ ഘടക പദ്ധതിയിൽ നഗരസഭ കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിനായി 30 ലക്ഷം രൂപ, അംഗൻവാടികൾക്ക് കെട്ടിടം സ്ഥലം വാങ്ങുന്നതുൾപ്പെടെ 45 ലക്ഷം രൂപ, അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് പോഷകവാടി പദ്ധതി 5 ലക്ഷം രൂപ, കുട്ടികളുടെ പാർക്ക് നിർമ്മാണത്തിന് 10 ലക്ഷം രൂപ, കിഴൂരിൽ പകൽ വീടിനോട് ചേർന്ന് വനിതാ ജിം സ്ഥാപിക്കുവാൻ 20 ലക്ഷം രൂപ തുടങ്ങിയവയ്ക്കായി തുക വകയിരുത്തി. ബജറ്റിന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. എല്ലാ മേഖലകളിലും പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കുന്നംകുളത്തെ ഇനിയുള്ള വികസനത്തിന് എന്തെല്ലാമാണ് വേണ്ടതെന്ന രീതിയിലുള്ള ആലോചനയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിനെ സഹായിച്ചിട്ടുള്ള എല്ലാവരും ഉണ്ട്. ഒരുപാട് പേരുടെ സഹായത്തോടെ നിർദ്ദേശത്തോടൊക്കെയാണ് ഈ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ നമുക്ക് കുറേ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ വ്യത്യാസങ്ങൾ ഇന്ന് കുന്നംകുളം കാണുന്ന ആരും പറയും മുമ്പത്തെ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്.
പറയുന്നത് എല്ലാ മേഖലകളും ഒരേപോലെ ഊന്നൽ നൽകി കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പൊലിത്തയും നിയുക്ത കാതോലിക്കയുമായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്തയെ ഇന്ത്യയുടെ പ്രാദേശിക തലവനായും ആഗമാന സുറിയാനി സഭയുടെ രണ്ടാമനായും വാഴിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷകൾ ചൊവ്വാഴ്ച നടക്കും. ഇന്ത്യൻ സമയം രാത്രി 8:30 ലെബനോൻ അച്ചാനയിലെ പാത്രിയാർക്ക അരമന സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ചടങ്ങ്. ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേം പാത്രിയാർക്കിസ് ബാവ ചൊവ്വാഴ്ച വിശുദ്ധ കുർബാന മധ്യേ നടക്കുന്ന ചടങ്ങുകളിൽ ആഗമാന സുറിയാനി സഭയുടെ 81ാമത് കാതോലിക്ക ബാവയായി വാഴിക്കപ്പെടും. ലെബനോൻ പ്രസിഡന്റ് ജനറൽ ജോസഫ് ഔൺ വിശിഷ്ടാതിഥിയാകും. കൂടാതെ വാഴിക്കൽ ചടങ്ങിനായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ്, വിദേശ നാടുകളിൽ നിന്നും കേരളത്തിൽ നിന്നുമായി സഭയിലെ മെത്രാപ്പൊലീത്തമാർ, സഭാ ഭാരവാഹികൾ, വൈദികർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ലെബനോനിലെത്തി. ചൊവ്വാഴ്ച വൈകിട്ട് ലെബനോൻ പാത്രിയാർക്ക അരമന കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുൻ മന്ത്രിമാരായ വി മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, എംപിമാരായ ബെന്നി ബെഹനാൻ, ഷോൺ ജോർജ്, സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം, മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ കർദിനാൾ മോർ ക്ലിമീസ് കാതോലിക്ക ബാവ, മാർത്തോമ സഭയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൺ മെത്രാപ്പൊലിത്ത, അന്ത്യോഖ്യൻ സിറിയൻ കത്തോലിക്ക സഭ അധ്യക്ഷൻ മോർ ഇഗ്നാത്തിയോസ് യൂസഫ് മൂന്നാമൻ എന്നിവർ ലബനോനിലെത്തി. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ പാത്രിയാർക്ക കത്തീഡ്രലിൽ നടന്ന സന്ധ്യാനമസ്കാരത്തിന് ഇഗ്നാത്തിയോസ് അപ്രേം പാത്രിയാർക്കിസ് ബാവയും നിയുക്ത കാതോലിക്ക ജോസഫ് മോർ ഗ്രിഗോറിയോസും നേതൃത്വം നൽകി. വാഴിക്കൽ ചടങ്ങുകൾ CCTV പ്രാദേശിക ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ആഗമാന സുറിയാനി സഭയിലെ ഇന്ത്യയുടെ പ്രാദേശിക തലവനായി ജോസഫ് മോർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലിത്തയെ ചൊവ്വാഴ്ച വാഴിക്കുമ്പോൾ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവക വിശ്വാസികൾക്കത് ധന്യ നിമിഷമായി മാറും. ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലിത്ത ഏറെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മുൻഗാമി പെരുമ്പള്ളി തിരുമേനിയോടൊപ്പം ഇടവകയിൽ വന്നതായി വിശ്വാസികൾ ഓർക്കുന്നു. 1994 മെത്രാപ്പൊലിത്തയായി ഇടവകയിലെത്തിയപ്പോൾ വമ്പിച്ച സ്വീകരണവും നൽകി. 1994-2017 വർഷങ്ങളിൽ 8 നോമ്പ് പെരുന്നാൾ ശുശ്രൂഷകളിലും മെത്രാപ്പൊലിത്ത കാർമ്മികനായിരുന്നു. 2013 ഇടവക വികാരി ഫാദർ AM ജോബ് കശീശായുടെ സംസ്കാര ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് അദ്ദേഹമായിരുന്നു. മാതൃദേവാലയം നഷ്ടപ്പെട്ടതിനു ശേഷം 2023 ജൂൺ 26 അവസാനമായി പള്ളിയിലെത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചത്. പരുമല തിരുമേനി ഊസ്ലേം യാത്രയിൽ മലങ്കരയിൽ അവസാനം സന്ദർശിച്ചത് ചാലിശ്ശേരി പള്ളിയിലാണ്. പരുമല തിരുമേനിയുടെ 4ാം തലമുറയിൽ നിന്നും കാതോലിക്ക ബാവയായി സ്ഥാനാരോഹണം നടക്കുന്നത് ഇടവകയ്ക്ക് ഇരട്ടി സന്തോഷമായി. കൂടാതെ തിരുമേനിയുടെ സഹോദരി ഭർത്താവിന്റെ അനുജത്തിയെ വിവാഹം കഴിച്ചത് ചാലിശ്ശേരി ഇടവകയിലേക്കായതിനാൽ ചാലിശ്ശേരിയുമായി ഏറെ സ്നേഹബന്ധത്തിലുമാണ്. ചൊവ്വാഴ്ച രാവിലെ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ പള്ളിയിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും നടത്തും. ഞായറാഴ്ച പുത്തൻകുരിശിൽ നടക്കുന്ന സുന്ദ്രോണീസോ ശുശ്രൂഷയിലും അനുമോദന സമ്മേളനത്തിലും ഇടവക വിശ്വാസികൾ പങ്കെടുക്കും. കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ പട്ടയ അസംബ്ലി യോഗം വ്യാഴാഴ്ച രാവിലെ 11 കുന്നംകുളം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ തഹസീൽദാർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ, നഗരസഭ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ, നഗരസഭയിലെയും ത്രിതല പഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. നിയോജക മണ്ഡലത്തിലെ പട്ടയ വിഷയങ്ങൾ കണ്ടെത്തുന്നതിനും പട്ടയ വിതരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ സാമാജികന്റെ നേതൃത്വത്തിൽ പട്ടയ അസംബ്ലി എന്ന പേരിൽ യോഗം ചേരുന്നതിനുള്ള റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പട്ടയ അസംബ്ലി യോഗം സംഘടിപ്പിക്കുന്നത്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ തൃശൂർ അതിരൂപതയുടെ 28ാം മഹാതീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ഏപ്രിൽ 6 പ്രസിദ്ധമായ പാലയൂർ തീർത്ഥാടനം. തീർത്ഥാടനത്തിന്റെ ഭാഗമായി മാർച്ച് 30 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കും. മാർച്ച് 30 ഞായറാഴ്ച വൈകിട്ട് 6:30 അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ബൈബിൾ പ്രദർശനമുണ്ടാകും. ഏപ്രിൽ 3 വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 5 മുതൽ 9 മണി വരെ ബൈബിൾ കൺവെൻഷന്റെ ഭാഗമായി ജപമാല, തുടർന്ന് വിശുദ്ധ കുർബാന, വചന സന്ദേശം, ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടത്തപ്പെടും. ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബെന്നി പീറ്റർ വെട്ടിക്കാനക്കുടി ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകും.
മറ്റു ദിവസങ്ങളിൽ കൗൺസിലിംഗ്, രോഗശാന്തി ശുശ്രൂഷ, അനുരഞ്ജനം, കുമ്പസാരം എന്നിവയുണ്ടായിരിക്കും. പറപ്പൂർ, കണ്ടശങ്കടവ്, മറ്റം, പാലയൂർ ഫൊറോനകളിൽ നിന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ വരുന്നവർക്ക് തിരിച്ചുപോകാനുള്ള വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ കൺവെൻഷൻ സമാപന ദിവസമായ ഏപ്രിൽ 3 തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന സന്ദേശം നൽകും. ദേശീയ പ്രാധാന്യമുള്ള മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിൽ രാത്രി 9 മണിക്ക് തൃശൂർ ബസിലിക്കയിൽ നിന്ന് മുഖ്യപദയാത്രയും അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള ജാഗരണ പദയാത്രകളും പാലയൂരിൽ ശനിയാഴ്ച പുലർച്ചെ എത്തിച്ചേർന്ന് 4 മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയോടെയാണ് സമാപിക്കുന്നത്. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടും പീഠാനുഭവ ചിന്തകൾ പങ്കുവച്ചും ധ്യാനിച്ചും പതിനായിരങ്ങളാണ് ഏപ്രിൽ 6 നടക്കുന്ന മഹാതീർത്ഥാടനത്തിൽ എത്തിച്ചേരുക. അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുലർച്ചെ മുതൽ തന്നെ പദയാത്രികർ പാലയൂരിലെത്തും. മുഖ്യപദയാത്ര തൃശൂർ അതിരൂപത ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും പുലർച്ചെ 5 മണിക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് പേപ്പൽ പതാക കൈമാറി ആരംഭിക്കും. തുടർന്ന് അതിരൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉപപദയാത്രകൾ പാലയൂരിലേക്ക് പുറപ്പെടും. 30,000-ഓളം വിശ്വാസികൾക്ക് നേർച്ച ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അന്നേ ദിവസം തുടർച്ചയായി കുർബാനയുമുണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടക്കുന്ന ദിവ്യബലിക്കു ശേഷം 3 മണിക്ക് അതിരൂപതയിലെ യുവജനങ്ങളും ആയിരക്കണക്കിന് വിശ്വാസികളും സന്യസ്തരും ഒന്നിച്ച് അണിചേർന്നുകൊണ്ട് വികാരി ജനറാളച്ചന്മാരുടെ നേതൃത്വത്തിൽ പാലയൂരിൽ മുഖ്യപദയാത്ര എത്തിച്ചേരും. തുടർന്ന് 4 മണിക്ക് പള്ളിയങ്കണത്തിൽ വെച്ചു ചേരുന്ന പൊതുസമ്മേളനത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത മെത്രോപൊലിത്തയുമായ മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. ഫ്രാൻസിൽ നിന്നുമെത്തുന്ന മോൺസിഞ്ഞൂർ പാസ്കൽ ഗോൾനീഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വിശ്വാസപ്രതിജ്ഞ ഏറ്റുചൊല്ലിയതിനു ശേഷം നടക്കുന്ന വിശുദ്ധ കുർബാനയോടെ പരിപാടികൾ സമാപിക്കും. പാലയൂർ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണങ്ങാടൻ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത്, മഹാതീർത്ഥാടനം ജനറൽ കൺവീനർ തോമസ് ചിറമേൽ, ഫൈനാൻസ് കൺവീനർ PA ലാസർ മാസ്റ്റർ, ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോയ് ചിറമേൽ, കൈക്കാരൻ സേവ്യർ വാക്കയിൽ, പബ്ലിസിറ്റി കൺവീനർ AL കുര്യാക്കോസ്, PRO ജെഫിൻ ജോണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശ്ശൂരിൽ നിന്ന് പിതാവ് ഇവിടം വരെ നടന്നു വന്നു. അതൊരു ആവേശമായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അഭിനന്ദ പിതാവിനോട് ഒറ്റ സ്വരത്തിലെ അഭ്യർത്ഥിച്ചു, എല്ലാ വർഷവും ഈ തീർത്ഥാടനം നടക്കണം. അതുപ്രകാരമാണ് 28ാം പാലയൂർ തീർത്ഥാടനം ഏപ്രിൽ 6-ാം തീയതി എല്ലാവരുടെയും ആഘോഷമായ തീർത്ഥാടനമായിട്ട് നടക്കുക. ഈ വർഷത്തെ തീർത്ഥാടനത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര 2025 മഹാജൂബിലിയാണ്. അഭിമന്യ ആൻഡ്രൂസ് പിതാവ് വിഭൂതിയുടെ തിരുക്കർമ്മങ്ങളും വിശുദ്ധബലി അർപ്പിച്ച് ഈ വലിയ നോമ്പ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. തീർത്ഥാടനത്തിൻ്റെ ഒരുക്കമായി ഇവിടെ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നുണ്ട്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രഥമ സ്വരാജ് ദൃശ്യമാധ്യമ പുരസ്കാരം നേടിയ സുർജിത് അയ്യപ്പനെ ജന്മനാട് ആദരിച്ചു. മാലിന്യ സംസ്കരണ രംഗത്തെ ഗുരുവായൂർ നഗരസഭയുടെ മികച്ച മാതൃക പുറം ലോകത്തെത്തിച്ച റിപ്പോർട്ടിനാണ് സുർജിത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. അഗതിയൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഗതിയൂർ DVM സ്കൂളിൽ നടന്ന ആദര സമ്മേളനം സംസ്ഥാന പട്ടികജാതി വർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, പ്രശസ്ത വാദ്യകലാകാരൻ കലാമണ്ഡലം കുട്ടിനാരായണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, നിമിഷ വിഗീഷ്, അഖില മുകേഷ്, KM നാരായണൻ, TK ബാലൻ എന്നിവർ സംസാരിച്ചു. സുർജിത് അയ്യപ്പത്ത് മറുപടി പ്രസംഗം നടത്തി. ദേശാഭിമാനിയിലൂടെ മാധ്യമ പ്രവർത്തനം ആരംഭിച്ച സുർജിത്ത് CCTV ന്യൂസ് എഡിറ്റർ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, റിപ്പോർട്ടർ, ന്യൂസ് 18 ചാനലുകളിലും പ്രവർത്തിച്ച ശേഷമാണ് 24-ലെത്തിയത്. 24 ന്യൂസ് വയനാട് ചീഫ് റിപ്പോർട്ടറായി പ്രവർത്തിച്ചു വരികയാണ് നിലവിൽ സുർജിത്ത്. പങ്ക് വലുതാണ്. അന്ന് ജോൺസേട്ടൻ കൂനമുച്ചി ജോൺസേട്ടൻ എന്നെ നേരെ കേരള വിഷനിലേക്ക് കൊണ്ടുപോകുന്നു. കേരള വിഷനിൽ നിന്ന് റിപ്പോർട്ടറിലേക്ക്, റിപ്പോർട്ടറിൽ നിന്ന് ന്യൂസ് 18-ലേക്ക്, ന്യൂസ് 18 നിന്ന് 24-ലേക്ക്, അങ്ങനെ ഒരു യാത്രയാണ് ചെയ്യുന്നത്. ഒരു 14 വർഷമായിട്ട് ഈ മേഖലയിൽ നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തുടർന്നും തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എന്നെ നിർമ്മിച്ചതിൽ ഈ നാടിന് വലിയ പങ്കുണ്ട്. അമ്മ എപ്പോഴും പറയുന്നത് ഇവിടേക്ക് തിരിച്ചു വരണം, വീട്ടിൽ നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇതൊക്കെ ഉണ്ട് എന്തായാലും. പക്ഷേ ഈ നാടിനോട് വേറിട്ട് പോകാൻ ഒരിക്കലും താല്പര്യം പ്രകടിപ്പിക്കാത്ത എന്താ പറയുക, ആ ഒരു അവസ്ഥയാണ് അമ്മയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട്
അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെയാണ്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഈ നാട് തന്ന പിന്തുണയ്ക്ക് എല്ലാ മുഖങ്ങളെയും ഓർമ്മിക്കുന്നു. ഇവിടെ വന്ന ആളുകളെ മുഴുവൻ ഓർമ്മിക്കുന്നു. മാധ്യമം എന്ന് പറയുന്നത് തന്നെ വലിയ തരത്തിലുള്ള മത്സരങ്ങളുടെ ഒരു കാലമാണ്. ദൃശ്യമാധ്യമങ്ങൾ വന്നതോടുകൂടി ഏറ്റവും ആദ്യം വാർത്ത കൊടുക്കുന്നത് അത് സത്യവിരുദ്ധമായിട്ടുള്ള വാർത്തയായിരുന്നാലും വാർത്ത കൊടുക്കുക എന്ന നിലയിലേക്ക് മത്സരം വരികയാണ്. വാർത്തകൾക്കൊരു പ്രത്യേകത, വാർത്ത ഏതെങ്കിലും ഒരു അറിവ് നൽകിയാൽ അത് ക്രോസ് ചെക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ അറിവ് മാത്രം വാർത്തയാക്കാതെ അത് ഒരു അന്വേഷണം നടത്തി ഉറപ്പുവരുത്തിക്കൊണ്ട് അത് വാർത്തയാക്കുക എന്നുള്ളതാണ്. ഇത് പ്രാഥമികമായിട്ടുള്ള വാർത്ത. സമൂഹത്തിന്റെയും സമുദായത്തിന്റെ ശക്തിയും കരുതലുമായി കത്തോലിക്ക കോൺഗ്രസ് മാറണമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് എരുമപ്പെട്ടി ഫൊറോന സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സഭകളും വിശ്വാസികളും ഭാരതത്തിന്റെയും കേരളത്തിന്റെയും സാമൂഹിക സാംസ്കാരിക പുരോഗതിക്കു വേണ്ടി ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുള്ള മുന്നേറ്റത്തിന് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് സഭ നടത്തിയിട്ടുള്ളത്. എന്നിട്ടും ക്രൈസ്തവർ ഭരണാധികാരികളുടെ അവഗണന നേരിടുന്ന വിഭാഗമായി മാറിയിരിക്കുകയാണെന്നും പിതാവ് അഭിപ്രായപ്പെട്ടു. ആനുപാതികമായി രാഷ്ട്രനിർമ്മിതിയിൽ, ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഏത് സമുദായമാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഏത് സമുദായ? ആരാ? ക്രൈസ്തവരാ. ഭാഷാരംഗത്ത്, കാർഷിക രംഗത്ത്, കാർഷിക രംഗത്ത്, തൃശ്ശൂർക്കാരെ വ്യവസായ രംഗത്ത്, വാണിജ്യ രംഗത്ത്, മാധ്യമപ്രവർത്തകരെ മാധ്യമരംഗത്ത്. ഏറ്റവും ആദ്യത്തെ പത്രം ഏതാ? കേരളത്തിൻ്റെ ആദ്യത്തെ പത്രം ഏതാ? ദീപിക. എന്നാൽ ഇന്നത്തെ സ്ഥിതിയോ? 1961 കേരളത്തിലെ ക്രൈസ്തവർ ഏകദേശം 24% ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരുടെ ശതമാനം എത്ര? ഏറ്റവും പിന്നോക്കം പോയി. ഏറ്റവും ഇന്ത്യയിൽ അന്യം നിന്ന് പോകുന്ന സമുദായം ആദ്യത്തേത് പാർസികളാണ്. രണ്ടാമത്തത് അവരുടെ പഠനമനുസരിച്ച് സിറിയൻ കാത്തലിക്സ്. അതാരാ? അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ ആമുഖ സന്ദേശം നൽകി. അതിരൂപത ഡയറക്ടർ ഫാദർ ജിജോ വള്ളുപ്പാറ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത സെക്രട്ടറി KC ഡേവിസ്, യൂത്ത് കൗൺസിൽ ഗ്ലോബൽ ജനറൽ കോർഡിനേറ്റർ സിജോ ഇലന്തൂർ ഇടുക്കി, ഗ്ലോബൽ കോർഡിനേറ്റർ ആൻഡോ തൊറയൻ, ഫൊറോന പ്രൊമോട്ടർ ഫാദർ ആൻഡോ എലുവത്തിങ്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയക്കൽ, അതിരൂപത ഭാരവാഹികളായ റോണി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ബൈജു ജോസഫ്, മേഴ്സി ജോയ്, യൂത്ത് കൗൺസിൽ അതിരൂപത കോർഡിനേറ്റർ മാത്യൂസ് M രാജൻ, ഫൊറോന ഭാരവാഹികൾ, എരുമപ്പെട്ടി യൂണിറ്റ് ഭാരവാഹികൾ, യൂത്ത് കൗൺസിൽ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങൾക്ക് തുണയേകാൻ പുതുതലമുറ എന്ന ലക്ഷ്യത്തോടെ ചാവക്കാട് നഗരസഭ പഴമയും പുതുമയും തലമുറ സംഗമം സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാഹിന സലിം, ബുഷറ ലത്തീഫ്, പ്രസന്ന രണദിവെ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ് സ്വാഗതവും കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ സാജിദ സലാം നന്ദിയും പറഞ്ഞു. കലാപരിപാടികളുമുണ്ടായി. ചിറ്റണ്ട നാൽപ്പനപ്പാറ ക്വാറി തടയണ നിർമ്മിച്ച് കൃഷിക്കാവശ്യമായ ജലം ലഭ്യമാക്കണമെന്നും എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കണമെന്നും CPI എരുമപ്പെട്ടി ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ചിറ്റണ്ടയിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു. TK മനോജ് കുമാർ അധ്യക്ഷനായി. CPI മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, ജില്ലാ കൗൺസിൽ അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, PK രവീന്ദ്രൻ, KM മണികണ്ഠൻ, പുഷ്പ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KV ശങ്കരനാരായണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോണി രക്തസാക്ഷി പ്രമേയവും KA ശിവദാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പുതിയ സെക്രട്ടറിയായി TK മനോജ് കുമാറിനെ തെരഞ്ഞെടുത്തു. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. മാർച്ച് 30, 31 തീയതികളിലായി നടക്കുന്ന പറപ്പൂക്കാവ് പൂരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കേച്ചേരി പുഴയോരത്തു നിന്നും ധ്വജം എഴുന്നള്ളിച്ച് ഘോഷയാത്രയായി 6 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ കൊടിയേറ്റം നടക്കും. തുടർന്ന് പൂരാഘോഷം വരെയുള്ള ദിവസങ്ങളിൽ പ്രാദേശിക കലാസംഘങ്ങളും
പ്രശസ്ത കലാകാരന്മാരും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ക്ഷേത്ര മൈതാനിയിൽ അരങ്ങേറും. മാർച്ച് 30-ന് തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലവരവും 31-ന് പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പും ഉണ്ടാകും. 28 വേല കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് 30-ാം തീയതിയിലെ വേലാഘോഷം നടക്കുക. നാടൻ കലാരൂപങ്ങളും തെയ്യക്കാഴ്ചകളും വൈകിട്ട് 5 മണി മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും. 8 മണിവരെ കലാരൂപങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ ആടിത്തിമിർക്കും. പൂരദിവസമായ മാർച്ച് 31-ന് രാവിലെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകളും ശീവേലി, പറയെടുപ്പ് എന്നിവയും നടക്കും. രാവിലെ 11 മണി മുതൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ പ്രസാദകൂട്ടും ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 2:30-ന് ക്ഷേത്ര നടപ്പുരയിൽ നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. വാദ്യകലാകാരന്മാരായ നെല്ലുവായ് ശശി, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരാഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരും. 6 മണിക്ക് മേള കലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേള പ്രമാണിത്വത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ഗജവീരന്മാർ അണിനിരക്കും. 6:30-ന് പാരമ്പര്യ അനുഷ്ഠാന കലകളും ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരും. തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി എന്നീ ചടങ്ങുകളും നടക്കും. മാർച്ച് 25 മുതൽ ഏപ്രിൽ 1 വരെ 2 കോടി രൂപയ്ക്ക് ഉത്സവം ഇൻഷൂർ ചെയ്തിട്ടുണ്ടെന്നും ദേവസ്വം ഭാരവാഹികളായ PG അജയൻ, UB ജയൻ, KG ഗോപിനാഥൻ, KA ബാലൻ, KV ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ 6 മണിക്ക് ക്ഷേത്രത്തിൽ ധ്വജം എത്തിച്ചേരുകയും തുടർന്ന് 6 മണി മുതൽ 7 മണി വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ധ്വജം കൊടിയേറ്റ കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. തുടർന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന ദീപാരാധന, ചുറ്റുവിളക്ക്, ശിവേലി എന്നിവ ശേഷം നിസരി നൃത്തവിദ്യാലയം കൈശ്ശേരി, മാധവൻ സ്കൂൾ ഓഫ് ഡാൻസ് വെള്ളാറ്റൂർ, ഷാമിക്സ് അക്കാദമി പാറന്നൂർ എന്നിവരുടെ നൃത്യങ്ങളുണ്ടായിരിക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേക്കടു പഞ്ചായത്തിൽ ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. ശാന്തികൃഷ്ണ രമേശ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി അനിത, തീമാറ്റിക് എക്സ്പെർട്ട് ആൻസി, CDS ചെയർപേഴ്സൺ പ്രബീന സത്യൻ, പഞ്ചായത്ത് പ്രേരക് ഷീബ, വിശ്വജിത്ത്, വാർഡ് മെമ്പർമാർ, CDS മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി അംബാസിഡർ NK ശ്രുതി സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി നന്ദിയും പറഞ്ഞു. BJP വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റായി K സനിൽകുമാർ ചുമതലയേറ്റു. വേലൂർ BJP ഓഫീസിൽ നടന്ന പ്രവർത്തക യോഗം തൃശൂർ ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അഭിലാഷ് തയ്യൂർ അധ്യക്ഷത വഹിച്ചു. പുതിയ പ്രസിഡന്റിന് പാർട്ടി പ്രവർത്തകർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, മുൻ മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു അമ്പാടി, സുരേന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ, സെക്രട്ടറി യദുകൃഷ്ണൻ, മുതിർന്ന കാര്യകർത്താക്കളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, രാജൻ പഴവൂർ, അശോകൻ മമ്പറമ്പിൽ, വാർഡ് മെമ്പർ രേഷ്മ സുധീഷ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ മാവിൻചുവട് ബസ് സ്റ്റോപ്പിന് സമീപം പെട്ടി ഓട്ടോറിക്ഷയുടെ പിറകിൽ ബൈക്ക് ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കാഞ്ഞിരക്കോട് സ്വദേശി നിഷാദിനാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 2:15ഓടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ കുണ്ടന്നൂർ മാവിൻചുവട് ബസ് സ്റ്റോപ്പിന് സമീപം കുന്നംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരനായ നിഷാദ് റോഡിലേക്ക് വീണു. പരിക്കേറ്റ നിഷാദിനെ ആദ്യം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും പിന്നീട് തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പൊർക്കളങ്ങാട് വട്ടിരിങ്ങൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിനു ശേഷം 7 നാൾ പൂജയ്ക്കായി നട തുറന്നു. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 16-നായിരുന്നു ക്ഷേത്രത്തിൽ വിവിധ പരിപാടികളോടെ ഉത്സവം നടത്തിയത്. തുടർന്ന് നട അടച്ചതിനു ശേഷം 7 നാളിൽ പുലർച്ചെ ക്ഷേത്രമൂരാളൻ പരമേശ്വരൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടുകൂടിയാണ് നട തുറന്നത്. തുടർന്ന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കലംകരിക്കലും ചുറ്റുവിളക്കുമുണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് അനിൽ കണ്ടേങ്കത്ത്, സെക്രട്ടറി ശ്രീജിൽ കണ്ടേങ്കത്ത്, ട്രഷറർ രതീഷ് കാണിയത്ത് തുടങ്ങി മറ്റു ഭാരവാഹികളും ക്ഷേത്രം മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. കൈകോർക്കാം ലഹരിക്കെതിരെ.
വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി സിന്തറ്റിക് വ്യാപനത്തിനും വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾക്കുമെതിരെ ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നടന്ന ക്യാമ്പയിൻ CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷറർ VM നിസാം അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, കേച്ചേരി മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി PS സഹല എന്നിവർ സംസാരിച്ചു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PK അജാസ്, സനൽ മഴുവഞ്ചേരി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം പഴഞ്ഞി യൂണിറ്റ് കൺവെൻഷനും ലഹരിവിരുദ്ധ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗ്രാമോത്സവവും സംഘടിപ്പിച്ചു. പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ പൂക്കാസ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ റെജിമോൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ, CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA മണികണ്ഠൻ, പൂക്കാസ കുന്നംകുളം ഏരിയ സെക്രട്ടറി സുഭാഷ് P തങ്കൻ, പ്രസിഡന്റ് വത്സൻ പാറന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കടവല്ലൂർ കൊത്തുള്ളിക്കര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും ബോധവൽക്കരണ ക്ലാസും നടന്നു. ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങ് ഖത്തീബ് റംഷാദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് ഹുസൈൻ ഹാജിയുടെ അധ്യക്ഷതയിൽ കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K മണികണ്ഠൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ ലോഹിദാസൻ മാസ്റ്റർ, മഹല്ല് ട്രഷറർ സിറാജുദ്ദീൻ, നവാസ് ഹുദവി എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തയിലേക്ക്. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ മോർ യാക്കോബ് മവസ്കോ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന സ്ലീബ മോർ ഒസ്താത്യോസ് ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് 20ാമത് കാൽനട തീർത്ഥയാത്ര നടത്തി. ഞായറാഴ്ച പുലർച്ചെ 3:30 പെങ്ങാമുക്ക് പഴയ പള്ളിയിൽ നിന്നും വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. രാവിലെ 6:30 കബറിങ്കലെത്തി പ്രാർത്ഥന നടത്തി. കാൽനട തീർത്ഥയാത്രയ്ക്ക് യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി റൈവിൻ V ചീരൻ, വൈസ് പ്രസിഡന്റ് ബിനു P ബാബു, ജോയിന്റ് സെക്രട്ടറി സുവിൻ സജി, ട്രഷറർ അനുമോൻ C തബി എന്നിവർ നേതൃത്വം നൽകി. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വേലൂർ പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ കർമ്മല ജോൺസണാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 37,27,8,749 രൂപ വരവും 36,41,24,000 രൂപ ചെലവും 85,84,749 രൂപ മിച്ചവും കണക്കാക്കുന്ന ബജറ്റിൽ പ്രധാനമായും ഉൽപാദന മേഖലയ്ക്ക് 1.28 കോടിയും സേവന മേഖലയ്ക്ക് 15.98 കോടിയും പശ്ചാത്തല മേഖലയ്ക്ക് 7.66 കോടിയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. ഭവന നിർമ്മാണത്തിന് 8 കോടി, കുടിവെള്ളത്തിന് 1.51 കോടി, ശുചിത്വ മേഖലയ്ക്ക് 80 ലക്ഷം, ആരോഗ്യത്തിന് 70 ലക്ഷം എന്നിങ്ങനെയാണ് വകയിരുത്തിയിരിക്കുന്നത്. ബജറ്റിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, നിതീഷ് ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ്, ഭരണപക്ഷ മെമ്പർമാർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ OS വാസുദേവൻ, സെക്രട്ടറി സിന്ധു എന്നിവർ പൂർണ്ണമായും അനുയോജിച്ചപ്പോൾ പ്രതിപക്ഷം പാടെ അവഗണിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. പോയ വർഷത്തെ പദ്ധതി രേഖ പൊടിതട്ടിയെടുക്കുക മാത്രമാണ് ഇപ്പോൾ ഭരണസമിതി നടത്തിയിരിക്കുന്നതെന്നും പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിനായി പുതിയ ഒരു പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്നും വരുമാനത്തിൽ 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷാംഗങ്ങളായ CD സൈമൺ, വിജിനി ഗോപി, അജി ജോഷി, പാർലമെന്ററി പാർട്ടി നേതാവായ സ്വപ്ന രാമചന്ദ്രൻ എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ ബഡ്ജറ്റ് തന്നെ ഈ വർഷം പൊടി തട്ടിയെടുത്ത് അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു പുതുമയും നിലനിർത്താത്ത ഒരു ബഡ്ജറ്റാണ് ഉണ്ടായത്. പട്ടികജാതികളിൽപ്പെട്ട ആളുകളുടെ കാര്യത്തിലാണെങ്കിലും, കൃഷിയുടെ മേഖലയിലാണെങ്കിലും, മൃഗസംരക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, കുടിവെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും, സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തിലും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയതിൽ വലിയ രീതിയിൽ കോൺഗ്രസിന് പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിയോജനം ഞങ്ങൾ ബഡ്ജറ്റിന്റെ അവതരണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കഴിഞ്ഞ ബജറ്റിനേക്കാൾ 1 കോടിയിലധികം തുകയാണ് വികസന പ്രവർത്തനങ്ങൾക്കായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നും കർമ്മല ജോൺസൺ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനേക്കാൾ 1 കോടി അതിലധികം രൂപ ഈ പ്രാവശ്യം വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണത്തിൽ തന്നെയായിട്ട് 42 ലക്ഷവും, വ്യവസായത്തിന് നമ്മൾ പുതിയതായിക്കൊണ്ട് 2 ലക്ഷം കൊടുത്ത് ഒരു സബ്സിഡി നൽകിക്കൊണ്ട് പുതിയ സംരംഭം തുടങ്ങുന്നതിനും, വയോജനക്ഷേമത്തിന് 37 ലക്ഷവും,
അതുപോലെ തന്നെ വനിതകളുടെ ക്ഷേമത്തിന് 16 ലക്ഷവും, കൃഷി പരിപോഷിക്കുന്നതിന് വേണ്ടി 79 ലക്ഷവും, കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ 20 ലക്ഷവും ഈ സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിട്ടുള്ളതാണ്. ഈ വകയിരുത്തലുകൊണ്ട് തന്നെ നമ്മുടെ കാര്യസമ്പത്ത് വർദ്ധിക്കുകയും അതുപോലെ തന്നെ വ്യവസായത്തിന് ഉന്നമനം ഉണ്ടാവുകയും കൃഷിക്ക് ഉന്നമനം ഉണ്ടാവുകയും ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വകയിരുത്തലുകളാണ് ഈ ബഡ്ജറ്റിൽ നടത്തിയത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുന്നംകുളം നഗരസഭ വാങ്ങിയ ഇലക്ട്രിക് ട്രോളി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ചാക്കുകളിൽ നിറച്ച് ലക്ഷ്യകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് സഹായകമാകും. ഹരിതകർമ്മസേന ചാക്കുകൾ ചുമന്നു കൊണ്ടുവരുന്നത് കുറയ്ക്കാനുമാകും. ആലപ്പുഴയിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് കയർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ട്രോളി നിർമ്മിച്ചു നൽകിയത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, T സോമശേഖരൻ, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി വിഭാഗം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA വിനോദ്, A രഞ്ജിത്ത്, IRTC കോർഡിനേറ്റർ ആർഷ എന്നിവർ സംബന്ധിച്ചു. വടക്കേക്കാട് CDS തലമുറ സംഗമവും വയോജന ഓക്സിലറി അയൽക്കൂട്ട സംഗമവും നടന്നു. വടക്കേക്കാട് TMK ഹാളിൽ നടത്തിയ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ പ്രബീന സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV റഷീദ്, SK ഖാലിദ്, പനങ്ങാവിൽ എന്നിവർ സംസാരിച്ചു. KS ഫ്രെഡി, അസിസ്റ്റന്റ് സെക്രട്ടറി, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ സുജ വിശ്വജിത്ത്, CDS ഷീബ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. CDS മെമ്പർമാർ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി മുക്കൂട്ട സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ നടത്തി. മുക്കൂട്ട കമ്പനിപ്പടി MMS ഓഡിറ്റോറിയത്തിൽ നടന്ന നോമ്പുതുറയിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, ബാബു നാസർ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ KS ഷിബിൻ, AM നൌഷാദ്, MVM കുഞ്ഞുട്ടി, TA റസാഖ്, മജീദ് തച്ചറായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് വിവിധ മേഖലകളിലുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് സൗഹൃദ സംഗമവേദിയായി മാറി. ബഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ഇഫ്താർ സംഗമം മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ സെക്രട്ടറി KB ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ഓർത്തഡോക്സ് സഭ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, കക്കാട്, കാരണവപ്പാട്, മണക്കുളം ദിവാകര രാജ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നിമ്മി ബിനോയ്, എക്സൈസ് കുന്നംകുളം റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ, ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ഡോക്ടർ സന്തോഷ് ഗീവർ, ജോത്സ്യൻ കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരിപ്പാട്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് CS പ്രതാപൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, കോൺഗ്രസ് നേതാക്കളായ O അബ്ദുറഹ്മാൻ കുട്ടി, ജോസഫ് ചാലിശ്ശേരി, BJP പാർലമെന്ററി പാർട്ടി ലീഡർ KK മുരളി, RMPI ജില്ലാ ട്രഷറർ KA സോമൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തു. ചടങ്ങിന് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഷമീർ ഇഞ്ചിക്കാലയിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജിനാഷ് തെക്കേക്കര നന്ദിയും പറഞ്ഞു. രാഗം വോയിസ് ഓഫ് വെള്ളറക്കാടിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന മതസൗഹാർദ്ദ സമ്മേളനത്തിൽ മനപ്പടി ഫാറൂഖ് ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് അലി സാദി, വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പിള്ളി, കരുവാരക്കുണ്ട് ആർജിത ഹിന്ദു സമാജം അധ്യക്ഷൻ സ്വാമി ആത്മദാസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ സെക്രട്ടറി പിൻജോ പോൾ ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VK രഘുസ്വാമി, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ, വാർഡ് മെമ്പർ MV ധനീഷ്, സഞ്ജു ചെമ്പകശ്ശേരി, ശ്രീജിത്ത് കളരിക്കൽ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് കർഷക സംഘം മണത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേബി റോഡ് വെസ്റ്റ് മേഖലയിൽ സംയോജിത കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം KV ശശി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ, AA മഹേന്ദ്രൻ,
കരിമ്പൻ സന്തോഷ്, KP രഞ്ജൻ, രാമദാസ് കുന്നത്ത്, കൗൺസിലർമാരായ രമ്യ ബിനീഷ്, ഗിരിജ പ്രസാദ്, ഉമ്മു ഹുസൈൻ, CDS ചെയർപേഴ്സൺ ജീന രാജീവ് എന്നിവർ സംസാരിച്ചു. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ജ്ഞാനപ്രകാശിനി സ്കൂളിൽ നടന്ന നോമ്പുതുറ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. പെരുമണ്ണ് മഹല്ല് ഖത്തീബ് അബ്ദുൽ നാസർ സുവരി റംസാൻ സന്ദേശം നൽകി. കേച്ചേരി മഹല്ല് പ്രസിഡന്റ് മൊയ്തുട്ടി ഹാജി മുഖ്യാതിഥിയായി. CPIM ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ നജ്ല സിറാജുദ്ദീൻ, ആൻഡോപോൾ, സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി, സെക്രട്ടറി RV അബ്ദുൽ മാലിക്, ഓഫീസ് സെക്രട്ടറി പത്മജ ബാലകൃഷ്ണൻ, ട്രഷറർ സീതാകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നോമ്പുതുറയ്ക്ക് ശേഷം നടന്ന നമസ്കാരത്തിന് കേച്ചേരി മഹല്ല് സദർ ജലാലുദ്ദീൻ ഉസ്താദ് നേതൃത്വം നൽകി. വിവിധ മഹല്ല് പ്രസിഡന്റുമാരുൾപ്പെടെ 200-ലേറെ പേർ പരിപാടിയിൽ സംബന്ധിച്ചു. പ്രോഗ്രസ് ഓഫ് അണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സംബന്ധിച്ചു. സംഘാടന മികവ് കൊണ്ട് ഇഫ്താർ പാർട്ടി ശ്രദ്ധേയമായി. ഉസ്മാൻ ആനോടിയിൽ, KM ഷാഹു, MM ജബ്ബാർ, KCM ബാദുഷ, CS മുഹമ്മദ് ഷിബിലി, PM ബാദുഷ, അഷ്കർ സാഫ് എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28 പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകി. കൊരട്ടിക്കര സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ലാപ്ടോപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പൂളയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, മെമ്പർമാരായ ഗിരിജ, രാജു, നാസർ, ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ പ്രധാന അധ്യാപിക ജിഷ സ്വാഗതവും വാർഡ് മെമ്പർ MN നിർമ്മല നന്ദിയും പറഞ്ഞു. കോട്ടപ്പടി ഉപ്പുതോട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ മതസൗഹാർദ്ദത്തിന്റെ വേദിയായി. വായനശാലയ്ക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ നടന്ന സമൂഹ നോമ്പുതുറയുടെ മതസൗഹാർദ്ദ സദസ്സും മത സാമൂഹിക ഐക്യത്തിന്റെ വിശുദ്ധിയിൽ തീർത്ത വ്രതാനുഷ്ഠാനത്തിന്റെ സ്നേഹസംഗമമായി മാറി. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാൻ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ സുഹറ ഹംസമോൻ അധ്യക്ഷയായി. ഡോക്ടർ അബ്ദുൾ സത്താർ ഹുദവി റമളാൻ സന്ദേശം നൽകി. ഫാദർ ജോസഫ് താഴത്തേൽ, പുളിക്കൻ, പ്രേമാനന്ദൻ, ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ദിനിൽ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി മേരി പോൾ സ്വാഗതവും പ്രസിഡന്റ് സന്തോഷ് നന്ദിയും പറഞ്ഞു. മാബൻ നിധി ലിമിറ്റഡും മണപ്പുറം ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുന്നൂർകുളം ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. മാബൻ നിധി ലിമിറ്റഡ് CEO ബെസ്റ്റോ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, പഞ്ചായത്ത് മെമ്പർ ഗോകുൽ അശോക് എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ 30-ലധികം ലാബ് ടെസ്റ്റുകൾക്ക് പുറമെ കാഴ്ചശക്തി പരിശോധന, കേൾവിശക്തി പരിശോധന, ECG, കിഡ്നി, ലിവർ ടെസ്റ്റുകൾ എന്നിവയും സൗജന്യമായി ചെയ്തു നൽകി. ക്യാമ്പിൽ 350-ലധികം പേർക്ക് പങ്കെടുത്തു. വിപണി. കുന്നംകുളത്ത് എസൻസ എന്ന പേരിൽ ബ്യൂട്ടി പാർലർ, സലൂൺ പ്രോഡക്ട്സിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ സംവിധായകൻ സുദേവൻ പെരിങ്ങോട്, സ്ഥാപന ഉടമകളായ ഉദയൻ ഇളയത്, മുരളീധരൻ ഇളയത്, കുടുംബാംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. എസൻസ, ഫസ്റ്റ് ഫ്ലോർ, ലിവ ഷോപ്പിംഗ് കോംപ്ലക്സ്, ടൗൺ ഹാൾ റോഡ്, കുന്നംകുളം. ഫോൺ നമ്പർ 8921550090, 9847859942.
സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ കുടുംബ സമ്മേളനം ലിവ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസിഡന്റ് PC ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ പ്രശസ്ത കവി C. രാവുണ്ണി, ഡോക്ടർ ഇജാസ് ഇബ്രാഹിം, ഡോക്ടർ CT ഫ്രാൻസിസ്, സെൻട്രൽ കമ്മിറ്റിയിലെ സുബ്രഹ്മണ്യൻ, രാമൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PA ഭാസ്കരൻ സ്വാഗതവും CGPA ട്രഷറർ OI വിൻസെന്റ് നന്ദിയും പറഞ്ഞു. AIYF കുന്നംകുളം മണ്ഡലം മുൻ സെക്രട്ടറിയും CPI എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന രഞ്ജിത്ത് വടുതല കോൺഗ്രസ് എസിൽ ചേർന്നു. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് CR വത്സൻ ഹാരമണിയിച്ച് സ്വീകരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ അഭിവാദ്യം ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,215 രൂപ, പവന് 65,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം ആറ്റത്ര ആളൂർ കിഴക്കൂട്ട് ഫ്രാൻസിസ് ഭാര്യ സെലീന നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. പരേതനായ വർഗീസ്, പരേതനായ വിൻസെന്റ്, ലിസി, ബാബു, രാജൻ, ലോജി, ഫാദർ ഷൈജു ആളൂർ CMI, പരേതനായ സജി, ലിജി എന്നിവർ മക്കളാണ്. ചാട്ടുകുളം ചിറ്റഞ്ഞൂർ പരേതനായ മൂത്താട്ടിൽ ശങ്കരൻ മകൻ ഗോപാലൻ എന്ന സുബ്രഹ്മണ്യൻ നിര്യാതനായി 84 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം ക്രിമിറ്റോറിയത്തിൽ നടന്നു. സുലോചന ഭാര്യയും ജിതോഷ്, പ്രീത, ജിനി എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്ത ഒരിക്കൽ കൂടി. യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പൊലിത്തയും നിയുക്ത കാതോലിക്കയുമായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്തയെ ഇന്ത്യയുടെ പ്രാദേശിക തലവനായും ആഗമന സുറിയാനി സഭയുടെ രണ്ടാമനായും വാഴിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷകൾ ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാത്രി 8:30 ലബനോൻ അച്ചാനയിലെ പാത്രിയാർക്ക അരമന സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ചടങ്ങ്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ തൃശൂർ അതിരൂപതയുടെ 28ാം മഹാതീർത്ഥാടനം ഏപ്രിൽ 6-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായി. മാർച്ച് 30 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിലായി കൺവെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ നടക്കും. സമൂഹത്തിന്റെയും സമുദായത്തിന്റെ ശക്തിയും കരുതലുമായി കത്തോലിക്ക കോൺഗ്രസ് മാറണമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. കത്തോലിക്ക കോൺഗ്രസ് എരുമപ്പെട്ടി ഫൊറോന സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിന്റെ ഉദ്ഘാടനം ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. മാർച്ച് 30, 31 തീയതികളിലായി നടക്കുന്ന പറപ്പൂക്കാവ് പൂരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ദേവസ്വം ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.